പാട്ടും അഭിനയവും എല്ലാം കൊണ്ട് മലയാള നാടകവേദിയിലെ ഒരു ഓൾറൗണ്ടർ ആയിരുന്നു ഫോർട്ട് കൊച്ചിക്കാരൻ അഗസ്റ്റിൻ ജോസഫ്. ശാസ്ത്രീയമായി സംഗീതം അഭ്യസിക്കാൻ കഴിയാത്തതിൽ ഉള്ളിൽ നല്ല വിഷമം ഉണ്ടായിരുന്ന അദ്ദേഹം 5 വയസ്സുകാരനായ തന്റെ മകനോട് പറഞ്ഞു, നീ സ്കൂളിൽ പഠിപ്പിക്കുന്നതൊന്നും അങ്ങനെ പഠിച്ചില്ലെങ്കിലും സാരമില്ല, പക്ഷെ സംഗീതം ശാസ്ത്രീയമായി അഭ്യസിക്കണം. ദാരിദ്ര്യത്തിന്റെ സമയത്ത് സംഗീതം പഠിക്കാൻ ഫീസ് കൊടുക്കാനായി 5 രൂപ ബിഷപ്പിനെ കണ്ട് ചോദിച്ചപ്പോൾ ക്രിസ്ത്യാനിക്ക് എന്തിനാടാ സംഗീതം എന്നായിരുന്നു അവിടെ നിന്ന് ലഭിച്ച മറുപടി. അങ്ങനെ പലരും നിരുത്സാഹപ്പെടുത്തിയെങ്കിലും അച്ഛൻ നൽകിയ ധൈര്യത്തിൽ സംഗീതം വിട്ടില്ല. ഒടുവിൽ അച്ഛൻ പോയപ്പോൾ ബില്ലടയ്ക്കാതെ ശവശരീരം വിട്ടുതരില്ല എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ, ബില്ലടയ്ക്കാൻ വേണ്ടിയുള്ള 600 രൂപയ്ക്ക് വേണ്ടി ഓടിയ നെട്ടോട്ടം. അങ്ങനെ പല ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു വന്ന കഴിവുകൊണ്ടും കഠിനാധ്വാനം കൊണ്ടും സംഗീതം എന്ന വാക്കിന് പര്യായമായി മാറിയ മലയാളികളുടെ സ്വന്തം KJ യേശുദാസ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും. MB ശ്രീനിവാസിന്റെ സംഗീതത്തിൽ കാൽപ്പാടുകൾ എന്ന ചിത്രത്തിൽ പാടിക്കൊണ്ട് 1962 മലയാള സിനിമയിൽ അരങ്ങേറ്റം. എണ്ണിയാൽ ഒടുങ്ങാത്ത, പറഞ്ഞാൽ തീരാത്ത, കേട്ടാൽ മതി വരാത്ത ആയിരക്കണക്കിന് പാട്ടുകൾ. സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ച നിൻ. മലയാളികളുടെ ജീവിതത്തിൽ യേശുദാസിന്റെ ഒരു പാട്ടില്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടാകില്ല. മാണിക്യ വീണയുമായ മനസ്സിന്റെ താമരപ്പൂവിലുണർന്നവളെ. മനുഷ്യരുടെ മാത്രമല്ല ദൈവങ്ങളുടെയും പ്രിയപ്പെട്ട ഗായകൻ. ഹരിവരാസനം വിശ്വമോഹനം. ദക്ഷിണാമൂർത്തി സ്വാമികളുടെ സെമി ക്ലാസിക്കലിനും ദേവരാജൻ മാസ്റ്ററുടെ മെലഡിക്കും പുഷ്പമംഗലയാം ഭൂമിക്ക് വേളിപ്പുടവയുമായി വരും ബാബുരാജിന്റെ ഹിന്ദുസ്ഥാനിക്കും ഒരു പുഷ്പം മാത്രമിൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ. എല്ലാം ഒരേ ശബ്ദമായിരുന്നു യേശുദാസിന്റെ. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിന്റെ. തലമുറകൾ മാറി വരുമ്പോഴും ദാസേട്ടന്റെ ശബ്ദം മാത്രം മാറ്റമില്ലാതെ തുടർന്നു. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോ. ശ്യാം, കണ്ണാന്തളിയും കാട്ടുകുറിഞ്ഞിയും ഇളയരാജ, കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ. MG രാധാകൃഷ്ണൻ, പ്രണയവസന്തം തളിരണിയുമ്പോൾ പ്രിയ സഖി എന്തേ മൗനം. പിന്നീട് അവര് വന്നു, രവീന്ദ്രനും ജോൺസണും. ബാലദാരിൽ എന്നും പൊൻകിനാവും കൊണ്ടുവാ പവിഴം പോ പവിഴാധരം പോ. രണ്ടുപേരും മത്സരിച്ച് യേശുദാസിന് വേണ്ടി ഗംഭീര ഗാനങ്ങൾ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടേയിരുന്നു. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം. ഇടയ്ക്ക് ദാസേട്ടന്റെ പഴയ പാട്ടൊക്കെ പോയി എന്നൊരു വിമർശനം വന്നപ്പോ അതിന് അദ്ദേഹം മറുപടി നൽകിയത് ഇതാ ഈ പാട്ടിലൂടെയായിരുന്നു. യേശുദാസിന് മാത്രം പാടാൻ കഴിയുന്നതെന്ന് മലയാളികൾ ഒന്നാകെ അംഗീകരിച്ച എത്ര ഗംഭീര പാട്ടുകൾ. അടുത്ത തലമുറയിലും അദ്ദേഹത്തെ ഒഴിവാക്കി ചിന്തിക്കാൻ പോലും ആർക്കും കഴിഞ്ഞില്ല. ഔസേപ്പച്ചൻ, മൗനം സ്വരമായി എൻ പൊൻവീണയിൽ. AR റഹ്മാൻ, പച്ചക്കിളികൾ തോളോട് പാട്ടുകുയിലോ മടിയോട്. വിദ്യാസാഗർ, ഒരു രാത്രി കൂടി വിടവാങ്ങവേ. മോഹൻ സിത്താര, കാലിലക്കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോ. M ജയചന്ദ്രൻ. കല്യാണപ്പെട്ടും ചുറ്റി കസ്തൂരി പൊട്ടും കുത്തി. അതിനടുത്ത തലമുറയും ദാസേട്ടന് വേണ്ടി പാട്ടുകൾ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടേയിരുന്നു. ദീപക് ദേവ്, പറയാതെ അറിയാതെ നീ പോയതല്ലേ. ഗോപി സുന്ദർ, ഏ കാടണിയും കാൽച്ചിലമ്പേ കാനനമൈനേ. ബിജി ബാൽ. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം. മലയാളിക്ക് അച്ഛനെ ഓർക്കാൻ ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കുതിയില്ലേ.
കാറ്റൻ മൺവിളക്കൂതിയില്ലേ അമ്മയെ ഓർക്കാൻ, അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു കാമുകിയെ ഓർക്കാൻ, ഓർമ്മയ്ക്കായി നീയൊരു സ്നേഹഗീതം സഹോദരിമാരെ ഓർക്കാൻ, വെണ്ണില കൊമ്പിലേറാ പാടി എന്നും ഈ ഏട്ടന്റെ മകളെ ഓർക്കാൻ, മകളെ പാതിമലരേ നീ മനസ്സിലെന്നെ അറിയുന്നു മകനെ ഓർക്കാൻ. തിങ്കളെ നറുപൈതലേ. അങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഓരോ സിറ്റുവേഷനും ഓരോ ഇമോഷൻസും ഒക്കെ യേശുദാസ് എന്ന മനുഷ്യന്റെ ശബ്ദവുമായി ചേർന്നിരിക്കാൻ തുടങ്ങിയിട്ട് 6 പതിറ്റാണ്ടുകൾ പിന്നിടുകയാണ്. നിന്റെ നൂപുര മർമരം ഒന്നു കേൾക്കാനായി വന്നു ഞാൻ. ഇന്ന് അദ്ദേഹത്തിന്റെ പിറന്നാളാണ്. ഒരു കോടി മംഗളം വരമരുളി മകരന്ദ ബിന്ദുവായി പ്രിയ നിമിഷം. വാക്കുകൾ കൊണ്ട് ആ സംഗീതയാത്രയെ വർണ്ണിക്കുന്നത് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. അദ്ദേഹത്തിന്റെ മികച്ച പാട്ടുകളും 50 വർഷത്തെ സംഗീത യാത്രയും ഒക്കെ ഈ ഒരു 5 മിനിറ്റ് പോയിട്ട് ഒരു 500 മണിക്കൂർ കിട്ടിയാൽ പോലും പറഞ്ഞു തീർക്കുക അസാധ്യം. അദ്ദേഹത്തിന്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഏതൊക്കെയാണെന്ന് കമന്റിൽ പറയുക. എനിക്ക് ഇതാ ഇപ്പോ ഈ നിമിഷം എന്റെ ഇഷ്ടഗാനമായിട്ട് തോന്നുന്നത് ഇതാ ഈ പാട്ടാണ്. ഇന്ദുലേഖേ ഇന്ദുലേഖേ ഇന്ദ്രസദസ്സിലെ നൃത്തലോലേ. പിറന്നാൾ ആശംസകൾ ദാസേട്ട. കണ്ടിട്ടെനിക്കൊരു തീരാത്ത മോഹം.